നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക. പാസ്റ്റ് എനർജി എന്താണ്, പ്രസന്റ് എനർജി എന്താണ്, ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് പാസ്റ്റ് എനർജി. ഓക്കെ, ഇത് ടവറാണ് വന്നിരിക്കുന്നത്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയതായി കാണുന്നുണ്ട്. അതൊരു പക്ഷേ റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജപ്തി പോലുള്ള കാര്യങ്ങളായിരിക്കാം, ഒരു ആക്സിഡന്റ് ആയിരിക്കാം, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കാം, അസുഖങ്ങളായിരിക്കാം. ഓക്കെ, വളരെ ഭയാനകമായിട്ടുള്ള, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രസന്റ് എനർജി എന്താണ്? ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്നത് സമയചക്രം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലമായിട്ട് നിങ്ങളുടെ ആ ഒരു സൈക്കിൾ അവസാനിച്ചിരിക്കുന്നു. 10 നമ്പറാണ് വന്നിരിക്കുന്നത്. ആ സൈക്കിൾ അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ വീല് ഒരു പോസിറ്റീവ് ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ ഒരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ, 7 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു വഞ്ചനയോ അല്ലെങ്കിൽ ചില വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ നഷ്ടമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു പോസിറ്റീവ് കാർഡാണ്. പോസിറ്റീവ് കാർഡ് ആയിരിക്കവേ നമ്മളുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നിങ്ങൾ നേരെയാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ വാൾ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമുക്ക് തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് പിന്നെ ഒന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പൂർണ്ണതയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ അമിതമായി വിശ്വസിച്ചുകൊണ്ട് അവർ ഒരു പക്ഷേ നമ്മൾ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് മുന്നറിയിപ്പ് തരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജിയാണ്. നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഉപേക്ഷിക്കണം. ഓക്കെ, നമ്മൾ വിട്ടുകളയണം. ആവശ്യമില്ലാത്ത ചിന്തകൾ, പ്രവൃത്തികൾ നമ്മൾ വിട്ടുകളഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജി. ഇവിടെ ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജി നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് കൺട്രോൾ ചെയ്യണം. അത് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കുന്നത്. ആ കർമ്മയുടെ ഫലം നമുക്ക് നല്ലതായിട്ടും നമ്മൾ ചെയ്ത മോശം കർമ്മയുടെ ഫലം നമുക്ക് മോശമായിട്ടും വരും എന്നുള്ളതാണ് അല്ലേ. അതിപ്പോൾ ആർക്കാണെങ്കിലും, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മൾ ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ ഫലം എന്തായാലും നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്തേ മതിയാകുകയുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് ടവർ വരുന്നത്? ടവർ വന്നിരിക്കുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നുപോയി, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെ നിങ്ങൾ കടന്നുപോയതായി കാണുന്ന ഒരു ബ്ലാക്ക് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല ആ ഒരു കാലത്ത്. ഓക്കെ, ചിലപ്പോൾ അടുത്ത കാലത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടായിരിക്കും. മേജർ ആർക്കാന കാർഡ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്യുക.